പത്തനംതിട്ട തിരുവല്ലയിൽ ഗർഭസ്ഥ ശിശു മരിച്ചത് ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം എന്ന് പരാതി. അമ്പലപ്പുഴ സ്വദേശികളുടെ പരാതിയിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെയാണ് 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. തിരുവല്ലയിലെ പ്രസിദ്ധമായ മെഡിക്കൽ കോളേജിനെതിരായാണ് ഇപ്പോൾ ആക്ഷേപമുയർന്നിരിക്കുന്നത്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ മൂലം കുഞ്ഞു മരിച്ചെന്നാണ് പരാതി. അമ്പലപ്പുഴ സ്വദേശികളുടെ കുഞ്ഞു മരിച്ചത് ഇന്നലെയാണ്. 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു. കാഷ്വാലിറ്റി കയറി അനക്കം നോക്കുന്നതിന് മെഷീൻ അതിനകത്ത് വെച്ച് അനക്കം നോക്കിയപ്പോൾ പറഞ്ഞു കുഞ്ഞ് ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഓടി സ്കാൻ ചെയ്യാൻ കൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ അത് കുഞ്ഞ് മരിച്ചു കിടക്കുക. അമ്പലപ്പുഴ തെക്ക് കമ്പിയിൽ വീട്ടിൽ ഹരികൃഷ്ണൻ വന്ദന ദമ്പതികളുടെ ആൺകുഞ്ഞ് മരിച്ച സംഭവത്തിൽ ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സൂസനെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുഞ്ഞിന് അനക്കക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ വന്ദനയെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ഡോക്ടർ വന്ദനയെ അഡ്മിറ്റാക്കാൻ തയ്യാറായില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നിട്ട് ഇവർ അത്രയും നേരം 12:30 നടന്ന സംഭവമായിരുന്നു. എന്നിട്ട് ഈ പെണ്ണുമ്പള ഒരാഴ്ച എന്നിട്ട് പറയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇത് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, ഒരു എന്തെങ്കിലും അന്നേരം എൻ്റെ കുഞ്ഞിനെ എടുത്ത് തന്നിരുന്നെങ്കിൽ. തുടർന്ന് ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ വൈകിട്ടോടെ വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെട്ടു. പിന്നീട് നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് വയറിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് വൈകിട്ട് 7 മണിയോടെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കിയ മാതാവ് വന്ദന തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. സർക്കാർ ഡോക്ടേഴ്സിന്റെ വലിയൊരു സംഘത്തെ കൊണ്ട് വിപുലമായ റിപ്പോർട്ട് തേടാനാണ് ഡിവൈഎസ്പി എസ് അഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ തീരുമാനം. എന്തായാലും നെല്ലും പതിരും തിരിച്ചറിയട്ടെ, ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. V4U ട്യൂബ് എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് എന്തും ചെയ്യാം, ചോദിക്കാനും പറയാനും ആരും വരില്ല, നിയമം കൂടെയുണ്ട് എന്നാണ് ആശുപത്രിക്കാരുടെ നിലപാട് എന്നാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം വരുന്നത്. ശസ്ത്രക്രിയക്കിടെ 7 വയസ്സുകാരി മരിച്ചതിന് പിന്നാലെ ഉണ്ടായ ആൾക്കൂട്ട വിചാരണയും ആശുപത്രി തല്ലിത്തകർക്കലും സഹിക്കാനാകാതെ കൊല്ലത്ത് ഡോക്ടർ അനൂപ് കൃഷ്ണൻ ആത്മഹത്യ ചെയ്തത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. 2020 ഒക്ടോബർ 2 ഡോക്ടറുടെ ആത്മഹത്യ. പിഴവുകളെല്ലാം ഡോക്ടറുടേതാണ് എന്നൊരു തത്വം മെനഞ്ഞെടുക്കുമ്പോൾ ഒന്നോർക്കുക, എത്രയോ വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഒരാൾ ഡോക്ടറാകുന്നത്. വിദഗ്ധ റിപ്പോർട്ട് വരുന്നതുവരെ മുൻവിധികൾ ഒഴിവാക്കാം. രാവിലെ നമ്മൾ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടത്. ഇനി അങ്ങനെ ഒരു വാർത്ത കേൾക്കാതിരിക്കട്ടെ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ പരിശോധനകൾ നടപ്പിലാക്കുക. ഇതിനെതിരെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുണ്ടാകുന്ന ഈ പാകപ്പിഴവിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല നടപടികളും ഒക്കെ ഉണ്ടായിരിക്കണം. ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ ഇനി ഈ വീഴ്ച ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇതിനെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. പ്രസാദ് നെന്മാറ പറയുന്നത് ഇതിനൊക്കെ തന്നെ പ്രത്യേക ഓർഡിനൻസ് ഇറക്കി ഡോക്ടർമാർക്ക് നിയമം കൊണ്ടുവന്നത് ആരെ വേണമെങ്കിലും ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യാനാണ് എന്നുള്ള തരത്തിലാണ് പ്രസാദ് നെന്മാറയുടെ പ്രതികരണം. അതിന് 2 വശങ്ങളുണ്ട്. പ്രസാദ് അക്കാര്യത്തിൽ എന്തെങ്കിലും കുറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ, പിഴവുണ്ടെങ്കിൽ നടപടി വേണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മുഴുവൻ ഡോക്ടേഴ്സിനെയും ആ നിലയ്ക്ക് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, അതിനൊരു മറുവശവും ഉണ്ടല്ലോ എന്നുള്ളതാണ്.